നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കരിഞ്ജീരകത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഷോർട്സിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ കരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ഏതൊരു രോഗത്തിനുമുള്ള ഒരു ദിവ്യൌഷധം തന്നെയാണ്. പക്ഷെ അത് ഏത് അളവിൽ കഴിക്കണമെന്നും എങ്ങനെയാണ് അത് കുടിക്കേണ്ടതെന്നും നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മൾക്കൊരു 3 ഗ്രാമിൽ കൂടുതൽ കരിഞ്ജീരകം നമ്മൾ കഴിക്കാൻ പാടില്ല എന്നാണ്. അതായത് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 5 ഗ്രാം വരും. അപ്പം ഒരു ടീസ്പൂണിൽ കുറവ് വേണം നമ്മൾ കരിഞ്ജീരകം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു 4-5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഒരു 3 ഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടീസ്പൂണ് കരിഞ്ജീരകം ഇട്ട് നന്നായി വെട്ടി തിളപ്പിച്ചതിന് ശേഷം അരിച്ചിട്ട് നമ്മൾക്ക് ആ വെള്ളം ആ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഇന്റർവെല്ലിൽ നമുക്ക് കുടിച്ച് തീർക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ 2.5-3 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത്രയും കൂടുതൽ, അതായത് ഓൾമോസ്റ്റ് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഈ കരിഞ്ജീരകം ഇട്ട് നല്ല കോൺസെൻട്രേറ്റഡ് ആക്കിയിട്ട് അരിച്ച് ഹോൾ ഡേ കംപ്ലീറ്റ് ഡേ നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ല. അപ്പം ഏതൊക്കെ ആൾക്കാർക്കാണ് ഈ ഒരു കരിഞ്ജീരകം കുടിക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. എക്സ്പെഷ്യലി BP ലോ ആയിട്ടുള്ള പേഷ്യൻസിന്, ഷുഗർ കുറഞ്ഞു പോകുന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്ന പേഷ്യൻസിൽ, ബ്ലീഡിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ്, നേസൽ ബ്ലീഡിങ്, പൈൽസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ മാക്സിമം നിങ്ങൾ അത് ഉപയോഗിക്കാതെ ഇരിക്കുക. എക്സ്പെഷ്യലി വായുകോപം പോലുള്ള കണ്ടീഷൻസ്, നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ ആയിക്കോട്ടെ, ബ്ലോട്ടിംഗ് സെൻസേഷൻ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ആമാശയ ശുദ്ധിക്കും ഗർഭാശയ ശുദ്ധിക്കും ഹൃദയം, ത്വക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ അവയവങ്ങളെയും നല്ല രീതിയിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ വേണം ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒരു കാരണവശാലും ഒരു ഡ്രഗും നമ്മൾ, അതായത് സിംഗിൾ ഡ്രഗ് നമ്മൾ ഒരു കാരണവശാലും എടുക്കരുത്. വളരെ സിമ്പിൾ ആണല്ലോ എന്ന് കരുതി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒത്തിരി കാലങ്ങളോളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് എന്തെടുക്കുമ്പോഴും നിങ്ങൾക്കൊരു ഡോക്ടറിന്റെ സജഷൻ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കാം. കാരണം ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയാറുണ്ട്, ഇത് എല്ലാവർക്കും ഒരുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത് ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നുള്ളത്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ ക്വസ്റ്റ്യൻസിനെയും അന്നേരം ടൈം കിട്ടുന്നില്ലെങ്കിൽ തന്നെ പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. പിന്നെ കുഞ്ഞു മക്കൾക്ക് കൃമിശല്യം ഉണ്ടെങ്കിൽ രാത്രി നേരത്ത്, അതായത് കുഞ്ഞു കുട്ടികൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഒരു 5 തുള്ളി മതിയാവും. 5 തുള്ളി ഈ കരിഞ്ജീരകത്തിന്റെ സീഡ് ഓയിൽ കിട്ടും, ഓർഗാനിക് ആയിട്ട് കിട്ടും. എന്നിട്ട് അത് 5 തുള്ളി ഉറ്റിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുടിക്കാൻ കൊടുക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു ഇറിറ്റേഷൻ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കരിഞ്ജീരകം വറുത്തു പൊടിച്ച് ചേർത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം കരിഞ്ജീരകം 3 ഗ്രാം ഒരു ദിവസം, അതുപോലെ കരിഞ്ജീരകത്തിന്റെ ഓയിൽ ആണെങ്കിൽ ഒരു 3 മില്ലി അല്ലെങ്കിൽ ഒരു 5 മില്ലി, അതിൽ കൂടുതൽ നിങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കർക്കിടക മാസമൊക്കെ ആവാനായിട്ടുണ്ട്. എല്ലാവർക്കും ചെറിയ ചെറിയ രീതിയിൽ ജോയിന്റ് പെയിൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസസും കൂടുതലാണ്, എക്സ്പെഷ്യലി പെയിൻ ഉള്ള പേഷ്യൻസിന്. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ മുറിവെണ്ണയോ മറ്റുള്ള ഓയിലോ ഇല്ലെങ്കിൽ കുറച്ച് എള്ളെണ്ണ എടുക്കാം. അതിലേക്ക് നമുക്ക് കരിഞ്ജീരകം ഇച്ചിരി അളവിലിട്ടിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചിട്ട് ആ എണ്ണയിൽ നമ്മൾ കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ജോയിന്റിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ ഒരു സിംപ്റ്റമാറ്റിക് റിലീഫ്, താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പല്ലുവേദന ഉണ്ടെങ്കിൽ ഈ ഓയിൽ നമ്മൾക്ക് കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് അവിടെ കടിച്ചു പിടിക്കുന്നത് നല്ലതാണ്. അപ്പം ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും എത്ര എഫക്റ്റീവ് ആയിട്ടാണ് കരിഞ്ജീരകം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.